ഹായ് ഫ്രണ്ട്സ്, കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് ഓറിയോ ആണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. നല്ല പർപ്പിളും സ്കൈ ബ്ലൂവും നിറത്തിലുള്ള മിക്സ് ആയിട്ടുള്ള ഒരു പാക്കറ്റിലാണിത് വരുന്നത്. എയർഫിൽഡ് പാക്കറ്റാണ്. ഇതിൻ്റെ വില വന്നിട്ട് 100 രൂപയാണ്. 60 ഗ്രാമാണ് നെറ്റ് ക്വാണ്ടിറ്റി. ഇതിൻ്റെ പെർ സെർവ് 4 ക്യൂബ്സാണ്. 20 ഗ്രാമാണ് പെർ സെർവ്. 113 കലോറീസാണ് ആ ഒരു പെർ സെർവിൽ വരുന്നത്. ഇനി ഈ എയർഫിൽഡ് പാക്കറ്റിൻ്റെ സൈഡിലായിട്ട് കാഡ്ബറി ഡയറി മിൽക്ക് സിൽക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലായിട്ട് അതിൻ്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷനുണ്ട്. വേണമെന്നുള്ളവർക്ക് പോസ് ചെയ്ത് അതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അതിൻ്റെ മറ്റേ സൈഡിലായിട്ട് ഡു നോട്ട് സ്റ്റോർ എബോവ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി വേരിയേഷൻ അനുസരിച്ച് ഒരു വൈറ്റിഷ് ലെയർ ചിലപ്പോൾ ചോക്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഫോം ചെയ്യാം. അത് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ല ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു വൈറ്റ് കളർ കാണത്തില്ലേ, അത് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കുമ്പോഴത്തേക്കും അതിന് ഉള്ളിലായിട്ട് 2 കവറിങ് കാണാം. ഒന്ന് പുറമേ ആയിട്ട് ഒരു വൈറ്റ് കളറിലെ പേപ്പർ കവറിങ് സിൽക്ക് എന്ന് എഴുതിയിട്ടുള്ള സിൽക്ക് എന്ന് നല്ല ഗ്ലിറ്ററി ഒരു ഗോൾഡൻ നിറത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ടുള്ളത് ഒരു അലുമിനിയം ഫോയിൽ കവറാണ്. ഈ ഒരു പേപ്പർ കവറിങ് മുകളിലും താഴെ ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചുറ്റും അവർ കോട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. അത് ഏകദേശം എല്ലാ സിൽക്കിൻ്റെ പ്രോഡക്ട്സിലും കാണാറുണ്ട്, ചിലതിൽ കാണാറില്ല. ജസ്റ്റ് എയർഫിൽഡ് പാക്കറ്റ് ഉള്ളിലായിട്ട് സ്വീറ്റാണ് അവർ വെച്ചിരിക്കുക. ചിലതിൽ ഈ 2 കോട്ടിങ്ങും ഉണ്ട്. അത് നല്ലൊരു ഭംഗിയാണ്. ചെറിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, കുഞ്ഞു ബുക്ക് ക്യൂട്ടായിട്ടുള്ള, അതൊക്കെ പൊതിയാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേപ്പർ എടുക്കാം. ഒരു ബട്ടർ പേപ്പർ പോലെയാണ്, ബട്ടർ പേപ്പർ അല്ല, നോർമൽ പേപ്പറാണ്, പക്ഷേ നമുക്ക് ബുക്ക് പൊതിയാൻ എടുക്കാൻ പറ്റും. പിന്നെ ഈ അലുമിനിയം ഫോയിൽ കവറ്, അതും എല്ലാ സിൽക്കിലും ഉള്ള പോലെയാണ്, ഒരു ഗോൾഡൻ അലുമിനിയം ഫോയിൽ കവറ്. അതിൽ സിൽക്ക് എന്ന് സിൽവർ നിറത്തിൽ ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് അലുമിനിയം കളർ തന്നെയാണ്, സിൽവർ കളർ തന്നെയാണ്. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ബാക്കാണ് കാണുന്നത്. അത് ഈ അലുമിനിയം ഫോയിൽ കവർ ക്രംബിൾഡ് ആയിട്ടിരുന്നതിൻ്റെ, അലുമിനിയം ഫോയിൽ പേപ്പർ ക്രംബിൾഡ് ആയിട്ടിരുന്നതിൻ്റെ ആ ഒരു ടെക്സ്ചർ അതിൽ ഇംപ്രിൻ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ടെക്സ്ചർ അതിൽ കിട്ടിയിട്ടുണ്ട്. അത് അറിയാതെ ആയതാവാം, പക്ഷേ എന്നാൽ അതും കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമുക്ക് വീടിൻ്റെ വാളിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടെക്സ്ചറാണ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. അതിൽ ഓരോ ക്യൂബ്സിലും കാഡ്ബറി എന്ന് ഇംപ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ചില സിൽക്കിൽ എന്നായിരിക്കും. ഈ ഓറിയോയുടെ തന്നെ ഫ്രണ്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാം, എന്നുള്ള ഇംപ്രിൻറ്റേഷനാണ് അവർ ആ ഓറിയോയുടെ പാക്കിങ്ങിൽ അതായത് സിൽക്ക് ഓറിയോയുടെ പാക്കിങ്ങിൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ കാഡ്ബറി എന്നാണ് എഴുതിയിരിക്കുക. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓറിയോയുടെ വൈറ്റ് കളറിലെ ആ ഒരു ക്രീമില്ലേ, ഓറിയോ ബിസ്ക്കറ്റിൻ്റെ വൈറ്റ് ക്രീമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ചെറിയൊരു ബിറ്റും കാണാൻ പറ്റുന്നുണ്ട് ബിസ്ക്കറ്റിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ സ്പൂണിട്ട് ജസ്റ്റ് ആ മുകളിലത്തെ ചോക്ലേറ്റ് മാറ്റിയതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഓറിയോ ബിസ്ക്കറ്റ്സും അതുപോലെ തന്നെ ഓറിയോയുടെ ക്രീമും അതിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ പെരുവിരലിൻ്റെ അടിയിലായിട്ട് കണ്ടോ ബിസ്ക്കറ്റ്സിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ കുക്കി പീസസ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പീസസ് ഈ ക്രീമിലിരിക്കുമ്പോൾ അത് തണുത്തു പോയിട്ടായിരിക്കും ഇരിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ നല്ല ഹാർഡ് ആൻഡ് ക്രിസ്പിയാണ് കേട്ടോ. ഇനി എൻ്റെ രീതിയിൽ ഇങ്ങനെയുള്ള ചോക്ലേറ്റ് എങ്ങനെ തിന്നണമെന്ന് കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഈ ഓറിയോ വെൽവെറ്റ്, റെഡ് വെൽവെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ തന്നെ, അതൊക്കെ ഇതുപോലെ എടുത്തൊരു സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്യുക. കണ്ടോ ആ പാത്രത്തിൽ അത് മാറി എൻ്റെ അവിടെ മെൽറ്റായി വന്നിരിക്കുന്ന ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങും പുറമേയുള്ള കാഡ്ബറി ഡയറി മിൽക്കിൻ്റെ ആ ഒരു ചോക്ലേറ്റുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അത് എപ്പോഴും ഒരല്പം കൂടിയ ടെമ്പറേച്ചറിലായിരിക്കണം, മെൽറ്റിംഗ് ടെമ്പറേച്ചറിലായിരിക്കണം. കട്ടിയോടെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതെടുത്ത് കഴിക്കുക. അപാര ടേസ്റ്റാണ്. ശരിക്കും എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള സ്വീറ്റ്സ്, അതായത് ഈ കാഡ്ബറി, ഓറിയോ, ഡെസേർട്ട്, ഇതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അപാര ടേസ്റ്റ്, അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയുന്നത്. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഞാൻ പറയാം. നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റില്ലേ, ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചിട്ട് ഈ കാഡ്ബറിയുടെ ഇടയിൽ വെച്ച് മിക്സ് ചെയ്ത് കഴിച്ചാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ, ഓറിയോ തിന്നവർക്കും കാഡ്ബറി ഡയറി മിൽക്ക്, നോർമൽ ഡയറി മിൽക്ക് സിൽക്ക് തിന്നിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ഡയറി മിൽക്ക് സിൽക്ക്
നോർമൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത് ഓറിയോ ബിസ്ക്കറ്റിൽ കുഴച്ച് തിന്നുന്ന അതേ ടേസ്റ്റാണ്. ബിസ്ക്കറ്റിൻ്റെ പീസസ് നല്ല ക്രഞ്ചി ആയിട്ട് കട്ടിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. സോ എല്ലാവരും ഇങ്ങനെ കഴിച്ചു നോക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.